കമന്റ് ബോക്സിൽ ജസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ ലിങ്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ ഹലോ ഫ്രണ്ട്സ്, വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിൽ വന്നിട്ടുള്ള ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക. വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്റലിജൻസ് ബ്യൂറോയിൽ വന്നിട്ടുള്ള ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മളിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓൺലൈൻ മുഖേന വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അടുത്തത് ഡിസ്ക്രിപ്ഷൻ ഓഫ് പോസ്റ്റ് ആണ്. സോ ഇവിടെ നെയിം വന്നിട്ടുള്ളത് ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ആണ്. ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത് ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് C ആണ്. അടുത്തത് പേ സ്കെയിൽ ആണ്. സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് സാലറി ലെവൽ 4 റേഞ്ചിലായിരിക്കും കിട്ടുക. അതായത് 25,500 മുതൽ 81,100 രൂപയാണ് സാലറി ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. കൂടാതെ വിദ്യാർത്ഥികൾക്ക് മറ്റ് അലവൻസും ഈ ഒരു സാലറിക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 157 വേക്കൻസിയും, EWS കാറ്റഗറിയിൽ 32 വേക്കൻസിയും, OBC കാറ്റഗറിയിൽ 117 വേക്കൻസിയും, SC കാറ്റഗറിയിൽ 60 വേക്കൻസിയും, ST കാറ്റഗറിയിൽ 28 വേക്കൻസിയും കൂടി ടോട്ടൽ 394 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. അടുത്തത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. സോ ഇവിടെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അതുമല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതുമല്ല എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗിൽ വന്നിട്ടുള്ളത്. കൂടാതെ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഫിസിക്സ് ഓർ മാത്തമാറ്റിക്സ് ആണ് ഇവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടത്. കൂടാതെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഏജ് ലിമിറ്റ് ആണ്. സോ ഇവിടെ 18 to 27 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും വന്നിട്ടുണ്ട്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് PWBD കാൻഡിഡേറ്റ്സ്, അതായത് പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റീസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. അടുത്തത് സർവീസ് ലയബിലിറ്റി ആണ്. ഇന്ത്യയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജോബ് ലഭിക്കും. അടുത്തത് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ്. സോ ഇവിടെ 3 ടയർ ആയിട്ടാണ് എക്സാം നടക്കുക. സോ ടയർ 1 ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി എക്സാം വന്നിട്ടുള്ളത് ഓൺലൈൻ എക്സാം ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ആണ്. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. 25% ക്വസ്റ്റ്യൻസും ജനറൽ മെന്റൽ എബിലിറ്റിയിൽ നിന്നായിരിക്കും. കൂടാതെ കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട് ആസ് പെർ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് 75%. അതായത് നിങ്ങളെടുത്ത സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബാക്കി 75% നിന്നും വരിക. കൂടാതെ ഇവിടെ നെഗറ്റീവ് മാർക്ക് വന്നിട്ടുണ്ട്. സോ 4 മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് റോങ് ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്ക് വരുന്നതായിരിക്കും. കൂടാതെ ടോട്ടൽ മാർക്സ് 100 ആണ്. ടൈം ഡ്യൂറേഷൻ വന്നിട്ടുള്ളത് 2 മണിക്കൂറാണ്. സോ ടയർ 1 2 മണിക്കൂറിന്റെ എക്സാം ആയിരിക്കും. കൂടാതെ ടയർ 2 എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആയിരിക്കും. സോ നിങ്ങളുടെ ജോബ് പ്രൊഫൈലിലേക്ക്, ടെക്നിക്കൽ നേച്ചറിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക് ടയർ 2 ഉണ്ടായിരിക്കുന്നതാണ്. സോ മാർക്സ് 30 മാർക്സ് ആണ് വന്നിട്ടുള്ളത്. ടയർ 3 വന്നിട്ടുള്ളത് ഇന്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റും ആയിരിക്കും. അടുത്തായി സിറ്റി ഓഫ് എക്സാമിനേഷൻ ആണ്. സോ ഇവിടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ എന്നീ 7 ഡിസ്ട്രിക്റ്റുകളിൽ ഓൺലൈൻ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തായി ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്. ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻസ് എന്ന് പറയുന്നത് 23/8/2025 ആണ്. അതായത് നിങ്ങൾക്ക് ഈ മാസം 23-ാം തീയതി മുതൽ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ്. കൂടാതെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ വന്നിട്ടുള്ളത് 14/9/2025 ആണ്. അതായത് സെപ്റ്റംബർ 14-ാം തീയതിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് വന്നിട്ടുള്ളത്. കൂടാതെ നിങ്ങൾക്ക് SBI
ചെലാൻ വഴിയൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 16/9/2025 ആണ്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ ഓൺലൈൻ മുഖേന വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് www.mha.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് എക്സാമിനേഷൻ ഫീ ആണ്. സോ ഇവിടെ എക്സാമിനേഷൻ ഫീ വന്നിട്ടുള്ളത് 100 രൂപ പ്ലസ് റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് 550 രൂപ, ടോട്ടൽ 650 രൂപയാണ് എക്സാമിനേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. അൺറിസർവ്ഡ് EWS ആൻഡ് OBC കാറ്റഗറീസിൽ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഈ ഒരു 100 രൂപ പ്ലസ് 550, അതായത് 650 രൂപ അടക്കേണ്ടത്. അല്ലാതെ വന്നിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, SC ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനൊക്കെ 550 രൂപക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അവർക്ക് ഈ ഒരു 100 രൂപ, അതായത് എക്സാമിനേഷൻ ഫീ കൊടുക്കേണ്ടതില്ല. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്റലിജൻസ് ബ്യൂറോയിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി ഉദ്യോഗാർത്ഥികൾ തന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നിട്ടുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് www.mha.gov.in എന്നുള്ള ഈ ഒരു ലിങ്കാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റ് ആണ് ലഭിക്കുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ ലിങ്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. സോ ഞാൻ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ജൂനിയർ ഇന്റലിജൻസ് ഓഫീസർ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു PDF ആണ് ലഭിക്കുക. ഈ PDF തന്നിട്ടുള്ള ഈ ഒരു ലിങ്ക് നിങ്ങളുടെ അഡ്രസ് ബാറിൽ കൊടുത്ത് വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ ഇവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് നിങ്ങളുടെ യൂസർ ID പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ടു രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ക്ലിക്ക് ഹിയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ ID പാസ്വേഡും തന്നിട്ടുള്ള ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കമന്റ് ബോക്സിൽ ജസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ ലിങ്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.